ഹലോ വെൽക്കം ബാക്ക് ടു സെൽഫ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ മക്കളെ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഈ വരുന്ന SSLC എക്സാം അടിപൊളിയാക്കണം, മനോഹരമാക്കണം. മാക്സിമം നിങ്ങളുടെ ലെവലിന് അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പോകാൻ വേണ്ടി ശ്രമിക്കുക, അടിപൊളിയാക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഭാഗം എന്താണെന്നറിയോ? SSLCക്കകത്ത് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടതും എക്സാമിനകത്ത് നിങ്ങൾക്കറിയാം എല്ലാ വർഷവും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക് മറ്റൊന്നല്ല, മാപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. മക്കളെ, മാപ്പുമായി ബന്ധപ്പെട്ട് ഒരു 4 മാർക്കിനുള്ള ചോദ്യം നിങ്ങൾ നോക്കിക്കോ, വരും, ഷുവർ ആണ്. അത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫി ഭാഗത്ത് വരുന്ന 2ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, ആ ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരിക. അപ്പൊ നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ രീതിയിലേക്കാണ് വരിക എന്നുള്ളത് പറയാം. മകളെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. സോ നിർബന്ധമായിട്ട് ചാനൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം, ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. നോക്കിയോ മക്കളെ, ചോദ്യം എങ്ങനെയാണ് വരിക എന്നറിയോ? ഇതേ രീതിയിലേക്കാണ്. ഇതേപോലെ തന്നെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് നിങ്ങൾക്ക് ഒരു മാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. എന്നിട്ട് അത് തന്നിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയോ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഈ രീതിയിലേക്കാണ് ചോദ്യങ്ങൾ വരിക. ഇതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം ഒന്ന് ജസ്റ്റ് നോക്കിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. മക്കളെ, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന ഭാഗത്ത് ക്ലൈമാറ്റിക് റീജിയൻസിൽ നമ്മൾ ഹോട്ട് ഡെസേർട്ടിനെ കുറിച്ച്, ഉഷ്ണമരുഭൂമികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഉഷ്ണമരുഭൂമികൾ, ഈ ഉഷ്ണമരുഭൂമികളിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ആ കാണുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്ററിലുള്ള പിക്ചറിനകത്ത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിന് ഇവിടെ പ്രത്യേകം എന്ത് ചെയ്തിട്ടില്ല, പേര് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ അറിയാം. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഡെസേർട്ട് ആയിട്ടുള്ള താർ ഡെസേർട്ട് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇവിടെ വരിക. താർ ഡെസേർട്ട് നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്കറിയാം ഏതാണ്, നമ്മുടെ പ്രധാനപ്പെട്ട താർ ഡെസേർട്ട് ആണ്. അപ്പോൾ ഇവിടെയുള്ള താർ ഡെസേർട്ട് ആണ് എന്ത് ചെയ്യുക, വരിക. താർ ഡെസേർട്ട് റെഡി, ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മാപ്പിനകത്ത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ മക്കളെ, ഇതേപോലെ തന്നെ ഇന്ത്യ ഇവിടെയാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്നത് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ഈ രീതിയിലേക്ക് ഇടുന്നു. എന്നിട്ട് അതിന് ശേഷം കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിയോളൂ, ഇവിടെ A എന്ന് കൊടുക്കുന്നു. A ആണല്ലോ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പദവാ A എന്ന് എഴുതിയാൽ മതി. ഇനി പദവാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ താർ ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. അതിലൊന്നും പ്രശ്നമല്ല. അത് എഴുതി കഴിഞ്ഞാലൊക്കെ എന്താ ഈസിയായി മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം. ജസ്റ്റ് നിങ്ങളവിടെ മാർക്ക് ചെയ്താൽ തന്നെ എന്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, ഇത്തരത്തിലേക്ക് ചോദ്യങ്ങൾ വരും. ഓരോരോ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഈ രീതിയിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്, പഠിക്കാണ്. നിങ്ങൾ നോക്കിയോ, മാപ്പിനകത്ത് ആകെ പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാം. ഇതാണ് ആകെ പഠിക്കേണ്ടത്. നോക്കിയോ, പ്രധാനമായിട്ടും നമ്മൾ മരുഭൂമികളെ കുറിച്ച് പഠിക്കണം. മരുഭൂമികളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? അതിനകത്ത് താർ ഡെസേർട്ട്, അറ്റഗാമ, സഹാറ ഡെസേർട്ട്, നമീബ് ഡെസേർട്ട്. മക്കളെ, ഇത് മാത്രമല്ല മരുഭൂമികളുള്ളത്, വേറെയും മരുഭൂമികളുണ്ട്. അത് എന്തുകൊണ്ട് ഞാൻ ഇത് മാത്രം പഠിക്കണം അല്ലെങ്കിൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത്. അടുത്ത നോക്കിയോ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഉണ്ട്, മിതോഷ്ണ പുൽമേടുകളുണ്ട്. ആ പുൽമേടുകൾക്കകത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രിയറി, പാമ്പസ്, വെൽഡ്, അതുപോലെ തന്നെ സ്റ്റെപ്പീസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സാവന ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, സാവന കാലാവസ്ഥാ മേഖലയുണ്ട്. അവിടെ സാവന ക്യാമ്പോസ്, ലെനോസ് അവിടെ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ടൈഗ റീജിയൻ, ടൈഗ മേഖലയും പഠിച്ചു വെക്കണം. ഇത്രയും ഭാഗങ്ങൾ മാപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. മാപ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും ഭാഗങ്ങളാണ് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. ഇതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ വളരെ അപൂർവമായിട്ട് വരുള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 മാർക്ക് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ഓരോന്നും ഞാനിത് എന്ത് ചെയ്യാം, ട്രിക്സ് വെച്ച്, കോഡ് വെച്ച് ഞാൻ എന്ത് ചെയ്യാം, ഇത് കണക്ട് ചെയ്ത് തരാം ഓരോന്നും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നോക്കാലോ, പ്രധാനപ്പെട്ട നോക്കിയോ മക്കളെ, ആദ്യം തന്നെ നോക്കിയോ, നോക്കിയോ, എല്ലാവരും നോക്കിയേ. ഫസ്റ്റ് തന്നെ നമ്മൾ ഡെസേർട്ടിനെ കുറിച്ച് പഠിക്കുകയാണ്, മരുഭൂമികളെ കുറിച്ച് പഠിക്കുകയാണ്. ഒന്നാമത്തത് താർ ഡെസേർട്ട്, പിന്നെ അറ്റഗാമ, പിന്നെ സഹാറ ഡെസേർട്ട്, പിന്നെ നമീബ് ഡെസേർട്ട്. എങ്ങനെ ഇതെല്ലാം ഓർമ്മിച്ച് വെക്കാം, ഞാൻ പെട്ടെന്ന് നോക്കിയോ, പെട്ടെന്ന് ഞാൻ അതിന്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. നോക്കിയോട്ടോ, ഫസ്റ്റ് തന്നെ നോക്കണേ. ഫസ്റ്റ് തന്നെ താർ ഡെസേർട്ട് എല്ലാവർക്കും കിട്ടല്ലോ, അത് ഇന്ത്യക്കകത്താണ്. പിന്നെ ഉള്ളത് സഹാറ. നിങ്ങളോട് ചോദിക്കുകയാണ് ഗ്രേറ്റസ്റ്റ് ഡെസേർട്ട് ഏതാണ്, അതായത് ഗ്രേറ്റസ്റ്റ് ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, ഉത്തരം സഹാറയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഈ ചോദ്യം നിങ്ങൾക്കറിയാലോ, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുക. സഹാറ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാൻ ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കും ഗ്രേറ്റസ്റ്റ് ഡെസേർട്ട് ഏതാണ്. ഗ്രേറ്റസ്റ്റ് ഡെസേർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹാറ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, സഹാറ കിട്ടി. അപ്പൊ നിങ്ങൾ സഹാറ ആഫ്രിക്കയിലാണ്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇത്തരത്തിലേക്ക് ഒരു മരുഭൂമി പോലത്തെ, നിങ്ങൾ ആലോചിച്ചൊക്കെ വെള്ളം കിട്ടാത്ത വളരെ ഡ്രൈ ആയി കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു സ്ഥലം ഏതാണ്, ആഫ്രിക്കയാണ്. അപ്പൊ ആഫ്രിക്കയിലാണ് സഹാറ എന്നുള്ളത് കിട്ടൂലേ, ആഫ്രിക്ക, സഹാറ. നിങ്ങൾ ആലോചിച്ചോക്ക്, അങ്ങനെ അത് കണക്ട് ചെയ്യാം, സഹാറ എന്നുള്ളത് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയോ,
അടുത്തതാണ് നിങ്ങൾ നോക്ക് അറ്റകാമ. അറ്റകാമ എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കക്കകത്തുള്ള ഡെസേർട്ട് ഏതാണ്? നിങ്ങളോട് ചോദിക്കും സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ കാണുന്ന മരുഭൂമി ഏതാണ്? അതിന്റെ ഉത്തരം ഏതാണ്? അറ്റകാമയാണ്. അറ്റകാമ നിങ്ങൾ നോക്കിക്കോ, ഇതാണ് അറ്റകാമ. അറ്റകാമയാണ് എഴുതിയുന്നത് ഇവിടെ ഉള്ളതില്ലേ. അറ്റകാമയാണ് സൗത്ത് അമേരിക്കക്കകത്ത് സ്ഥിതി ചെയ്യുന്നത്. അറ്റകാമയാണ് സൗത്ത് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി നിങ്ങൾ നോക്കിയോ, ഇതെങ്ങനെ നമുക്ക് ഓർക്കാം? ഒറ്റ കാര്യം ഓർത്താൽ മക്കളെ, നമ്മുടെ ഭൂമിക്കകത്ത് ഇത് അറ്റം പറയാണ്. അറ്റം രണ്ടറ്റങ്ങളുണ്ട്. ഇതൊരു ഇതൊരറ്റാണ്, ഇത് മറ്റൊരറ്റാണ്. നിങ്ങൾ നോക്കിയോ, ഈ ഒരു അറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഉണ്ട്. അപ്പോൾ ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഒന്നും മാർക്ക് ചെയ്യാൻ നമുക്ക് ഒരു സംശയമില്ല, കാരണം ഓസ്ട്രേലിയ എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഓസ്ട്രേലിയയിൽ കാണുന്ന ഡെസേർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മൾ ഇവിടെ പോയിട്ട് ഓസ്ട്രേലിയൻ കാണുന്നത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചോദിക്കാം. നമുക്ക് അവിടെ ഈസി ആയിട്ട് മാർക്കും ചെയ്യാം. അപ്പോൾ അതെന്തായാലും ചോദിക്കില്ല. അപ്പം ഇനി നമ്മളോട് ചോദിക്കുകയാണ് എന്നത് അറ്റകാമയാണെന്ന സമയത്ത് നിങ്ങൾ നോക്കിയോ, അറ്റത്ത് എന്ന് പറഞ്ഞാൽ മതി, അറ്റത്ത്. അപ്പോൾ ഈ ഒരു അറ്റം അല്ലെങ്കിൽ പിന്നുള്ള ഒരു അറ്റം ഏതാണ്? ഇവിടെയാണ്. അപ്പോൾ ഈ മാപ്പിനകത്തെ ഒരറ്റമാണ് ഇതാ അവിടെ കണ്ടോ, ഈ ഒരു അറ്റം. അപ്പോൾ നോക്ക്, ഈ ഡെസേർട്ടിനകത്ത് ഇതാ ഈ ഒരു പ്രധാനപ്പെട്ട കോണ്ടിനെന്റിനകത്തെ ഈ ഒരു അറ്റത്താണ് ആര്? അറ്റകാമ. അപ്പൊ അറ്റകാമ എന്ന് പറഞ്ഞാൽ ഈ അറ്റത്താണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ ഭൂപടത്തിന്റെ ഒരു അറ്റം നോക്കുക. അപ്പൊ ഫസ്റ്റ് തന്നെയുള്ള ഈ ഒരു അറ്റം നോക്കുക. ഈ അറ്റത്തിൽ നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു അറ്റം വരുന്ന ഒരു ഭാഗമാണ് അറ്റകാമ. അങ്ങനെ അറ്റകാമ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അറ്റത്ത് നോർത്താൽ മതി. അപ്പൊ അറ്റകാമ എവിടെയാണ്? നമ്മുടെ സൗത്ത് അമേരിക്കയിലാണ് കേട്ടോ. ഈ ഒരു അറ്റത്താണുള്ളത് കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ്. ഇനി അടുത്ത നോക്കി കേട്ടോ. അടുത്തത് നമ്മൾ പറഞ്ഞ സാധനം ഏതാണ്? ഈ ആഫ്രിക്കയിൽ തന്നെയുള്ള, ആഫ്രിക്കയിൽ പിന്നെ നിങ്ങൾ കണ്ടത് നോക്കണം. നോക്കിയോ, ഒന്ന് സഹാറ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കൽഹാരി ഉണ്ട്, പിന്നെ എന്താണ്, നമീബ് ഉണ്ട് ഇല്ലേ, നമീബ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൽഹാരിയേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതൊന്ന് നമീബാണ്. നമീബ് എന്തുകൊണ്ടാണെന്നറിയോ? നോക്ക്, ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ, ശ്രദ്ധിക്കണം, ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇത് നമീബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കും ആഫ്രിക്കയിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡെസേർട്ട് ഏതാണ് എന്ന് ചോദിക്കും. ആഫ്രിക്കയിലെ തെക്ക് ഭാഗത്ത്, ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് ഏറ്റവും തെക്ക് ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? നമീബ് അല്ലെ. നമീബ് അല്ലേ ഏറ്റവും തെക്കായിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഈ പറയുന്ന സഹാറയും പഠിച്ചു വെച്ചോളൂ, അതേപോലെ തന്നെ നമീബും പഠിച്ചു വെച്ചോളൂ കേട്ടോ. കൽഹാരി, ഞാൻ പറഞ്ഞല്ലോ, കൽഹാരിയേക്കാൾ കൂടുതൽ സാധ്യത നമീബിനും അതേപോലെ തന്നെ എന്താണ്, സഹാറയ്ക്കാണ്. സഹാറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ഡെസേർട്ട്, ഏറ്റവും വലിയ ഡെസേർട്ടിൽ സഹാറ വരും. അതേപോലെ തന്നെ ഈ പറഞ്ഞ സൗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള ഡെസേർട്ട് ഏതാണ് ആഫ്രിക്കയിൽ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമീബും വരും. അപ്പൊ അങ്ങനെയാണ് ഡെസേർട്ട് ചോദിക്കട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോ, ഡെസേർട്ടിനകത്ത് നമ്മൾ ഇത്രയും ടിക്കിട്ട ഈ 3 എണ്ണമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെ? സഹാറ, അതേപോലെ തന്നെ അറ്റകാമ, നമീബ്, അതേപോലെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഏത്? താർ ഡെസേർട്ട്. സംശയമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, പ്രയാസമില്ലല്ലോ, ഈസി ആയിട്ട് നമുക്ക് കിട്ടൂലേ. ഇത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെഡി. ഇനി അടുത്ത് നോക്കിയോട്ടോ, ഞാനിപ്പോൾ ഇത് എന്ത് പറഞ്ഞു, ഇതേപോലെ തന്നെ നിങ്ങളുടെ മാപ്പിൽ ഇത് ചോദിച്ചു. റെഡി. അപ്പൊ ഇത് മാപ്പ് സെക്ഷൻ എന്തായിരിക്കും, നമുക്ക് ഇത് കഴിഞ്ഞു. ഇത് ഇത്രേ ചോദിക്കുള്ളൂ കേട്ടോ. ഇത്രയാണ് ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, വരിക. റെഡി. ഇനി അടുത്ത് നോക്കിയോ കുഞ്ഞുങ്ങളെ, ദേ പിടിച്ചോളൂ. അടുത്തത് നോക്കുകയാണെങ്കിൽ ദേ മക്കളെ നോക്കിയോളൂ. അടുത്തത് നമ്മൾ നോക്കുന്നു. പ്രധാനപ്പെട്ട സാവിന ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. സാവിനയിൽ എന്തൊക്കെയാണ്? ഒന്ന് സാവിന ചോദിക്കും, അതുപോലെ തന്നെ ക്യാമ്പോസ് ചോദിക്കും, ലെനോസ് ചോദിക്കും. സാവിന കാലാവസ്ഥാ മേഖലയിൽ നോക്കിയോളൂ, എല്ലാ ആൾക്കാരും ദേ പിടിച്ചോളൂ. നോക്കിയോ, സാവിന മക്കളെ. സാവിന ക്ലൈമാറ്റിക് റീജിയൻ നിങ്ങൾക്കറിയാലോ, ഇത്തരത്തിലേക്കുള്ള പുൽമേടുകളൊക്കെ പോലെയുള്ള സ്ഥലം തന്നെയാണ് ഇത് സാവിന എന്ന് പറയുന്നത്. അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സാവിന അല്ലെ, എല്ലാവർക്കും അറിയാം. സീബ്രയും സിംഹവും അതുപോലെ കടുവയൊക്കെ കാണുന്ന സ്ഥലമാണ് സാവിന. മക്കളെ, സാവിനയിൽ ഏതൊക്കെയാണ്? ഒന്ന് ഇതേപോലെ തന്നെ സാവിന എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലുള്ളതാണ് സാവിന. അതേപോലെ തന്നെ ക്യാമ്പോസ്, അതുപോലെ തന്നെ ലെനോസ് അല്ലെ. ക്യാമ്പോസ്, ലെനോസ്. മക്കളെ, ലെനോസ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? പ്രധാനമായിട്ടും വെനസ്വേലയിലാണ് ഏത്? ലെനോസ് ഉള്ളത്. വെനസ്വേലയിലാണ് ലെനോസ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബ്രസീലിലാണ് ക്യാമ്പോസ് ഉണ്ടായിരുന്നത്. സാവിന ആഫ്രിക്കയിലാണ്. ഈ 3 എണ്ണമാണ്. ഈ 3 എണ്ണം നമ്മൾ പഠിച്ചു വെക്കണം. ഓർത്ത് വെച്ചോട്ടോ. നിങ്ങൾ നോക്കിയോ, സാവിന എങ്ങനെ പഠിക്കാം? സാവിന നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ലോകത്ത് മനുഷ്യരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ, പട്ടിണി കിടന്ന ആൾക്കാരൊക്കെ മരിക്കുന്ന അല്ലെങ്കിൽ ചാവുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ മനുഷ്യന്മാരൊക്കെ ചാവുന്ന സ്ഥലം ആഫ്രിക്കയിലാണ്. അപ്പൊ നോക്കിയോളൂ, ചാവുന്ന സ്ഥലം, അപ്പോൾ ഓർത്ത് വെച്ചോ, ചാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്? സാവിന. അങ്ങനെ അത് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിയോ, നിങ്ങൾ സാവിന എന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ആൾക്കാർ ചാവുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കിട്ടൂലേ, അത് എവിടെയാണ്? ആഫ്രിക്ക എന്ന് കിട്ടൂലേ. അപ്പൊ നോക്ക്, അങ്ങനെ നിങ്ങൾക്ക് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് സാവിന എന്ന് കിട്ടും. അങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോളി, മനുഷ്യന്മാരൊക്കെ ചാവുന്ന സ്ഥലം എവിടെയാണ്? ഈ പറഞ്ഞ സാവിനയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോ. അപ്പൊ ഓർത്ത് വെച്ചോ, അപ്പൊ കിട്ടും സാവിന എന്നൊക്കെ എന്ത് ചെയ്യും, കിട്ടും. റെഡി. അപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഏതാണ്, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ഒരു പുൽമേട് ഏതാണെന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഇതും സാവിന കിട്ടും കേട്ടോ. സാവിന മാത്രമേ ഉള്ളൂ. ഇനി
അടുത്ത നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, സാറേ ഇതേപോലെ തന്നെ ക്യാമ്പോസും ലെനോസും ഞങ്ങൾ എങ്ങനെ ഓർക്കും എന്നുള്ളതാണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ക്യാമ്പോസ് ബ്രസീലിലാണ്, അതുപോലെ തന്നെ ലെനോസ് വെനസ്വേലയിലാണ്. നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ് ബ്രസീലിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാവന റീജിയൻ ഏതാണ് എന്ന് ഒന്ന് നോക്കുകയാണ്, ഇതുപോലെ തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം നിങ്ങൾ നോക്കിട്ടോ, ലെനോസ് വെനസ്വേലയിലാണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഒറ്റ കാര്യം നോക്കിയോ, ലെനോസ് അല്ലേ, ലെനോസ് എന്ന് പറയുമ്പോൾ ലെനോസ് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വേലയാണ്. എവിടെയാണ് വരിക മക്കളെ? വെനസ്വേല കേട്ടോ, വെനസ്വേലയിലാണ് എന്ത് ചെയ്യുക വരിക, വെനസ്വേലയിലാണ് വരിക. നോക്കിയോ, ഇതിനകത്ത് നമ്മൾ അല്ലേ വെനസ്വേല അല്ല, വെനസ്വേല അതായത് ഇതേപോലെ തന്നെ നോക്കുന്നത് തുടങ്ങുന്നത് ലെനോസ്, വെനസ്വേല ലെനോസ് കണക്ട് ചെയ്യാൻ പറ്റും. വെനസ്വേല ലെനോസ് ഓർത്ത് വെക്കുക മക്കളെ. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, ഈ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയത് വെനസ്വേലയിലുള്ള പ്രസിഡന്റിനാണ്. അപ്പോൾ അതാ ഈ നോർത്ത് അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ലെനോസ്. കാരണം അതായത് വെനസ്വേല എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വെനസ്വേല എവിടെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയിലെ തുടക്കത്തിൽ തന്നെയുള്ള ഈ ഒരു ഭാഗത്താണ് ആരുണ്ടാവുക, ഈ ലെനോസ് ഉണ്ടാവുക കേട്ടോ, അല്ലെങ്കിൽ ഈ വെനസ്വേല ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അത് കണക്ട് ചെയ്യാം. ഇനി നോക്കിയോ, ക്യാമ്പോസ് എങ്ങനെ കണക്ട് ചെയ്യാം? ക്യാമ്പോസ് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, ക്യാമ്പോസ് സാറേ എങ്ങനെ കണക്ട് ചെയ്യും? മക്കളെ ഒറ്റ കാര്യം എടുത്താൽ മതി, ക്യാമ്പോസ് അല്ലേ, ഇതാ നോക്കിയോ എല്ലാവരും നോക്കിയോ, ക്യാമ്പോസ് ഇങ്ങനെ കണക്ട് ചെയ്യാം. നോക്കിയോ, ക്യാമ്പോസ് ക്യാമ്പ് ആ പേരിൽ തന്നെ അല്ലേ ക്യാമ്പ്. മക്കളെ നിങ്ങൾ നോക്കി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ക്യാമ്പ് പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ക്യാമ്പ്. സാറേ ഞങ്ങൾ ക്യാമ്പിന് പോയാണ്, കുറച്ച് ആൾക്കാർ ക്യാമ്പിന് പോയി. എന്ത് ക്യാമ്പിന് പോയി എന്നാണ് സാധാരണ എല്ലാ ആൾക്കാരും പറയുന്നത്? അത് ഫുട്ബോൾ ക്യാമ്പാണ്. അപ്പോൾ നോക്കിയോ, ക്യാമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? ഫുട്ബോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മതി. ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഫുട്ബോളിൽ പേര് കേട്ട രണ്ട് രാജ്യങ്ങൾ, ഏറ്റവും പേര് കേട്ട രണ്ട് രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ബ്രസീൽ, പിന്നെ ഒന്ന് അർജന്റീന. എപ്പോഴും പറയാം ബ്രസീൽ അർജന്റീന, അങ്ങനെയല്ല പറയല്. അർജന്റീന ബ്രസീലിനേക്കാൾ പറയാം ബ്രസീൽ അർജന്റീന അല്ല പറയാം. അപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് വരണം? ബ്രസീൽ വരണം. അപ്പോൾ നോക്കിയോളൂ, ബ്രസീലിലുള്ള സ്ഥലമാണ് ആര്? ക്യാമ്പോസ്. അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാമ്പോസ് എവിടെയാണെന്നുള്ളത് സംശയം വേണ്ട, ഒറ്റ കാര്യം ഓർത്താൽ ക്യാമ്പ് എന്ന് ഓർക്കുക. അപ്പോൾ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ക്യാമ്പാണ്, ഫുട്ബോളിന്റെ പേര് കേട്ടത് ബ്രസീലാണ്. അപ്പോൾ അതാ ബ്രസീലിന്റെ ഇവിടെയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അങ്ങനെ അത് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. റെഡി. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെയാണ് ബ്രസീലും അർജന്റീനയും ഒക്കെ ഉള്ളത് എവിടെയാണ്? ഈ ലാറ്റിൻ അമേരിക്കയിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സാവന റീജിയനിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഈ പറഞ്ഞ മൂന്നെണ്ണം, ഈ പറഞ്ഞ സാവന ക്ലൈമാറ്റിക് റീജിയൻ, ക്യാമ്പോസ്, ലെനോസ് കേട്ടോ. ഈ മൂന്നെണ്ണം എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാ കുഞ്ഞുങ്ങളെ ഓർത്ത് വെച്ചോ, ഈ പറയുന്ന മൂന്നെണ്ണം കേട്ടോ. ഏതൊക്കെ? സാവന, അതേപോലെ തന്നെ ക്യാമ്പോസ്, അതുപോലെ തന്നെ ലെനോസ്. ഇതാണ് നമ്മൾ സാവന ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ സാവന കാലാവസ്ഥാ മേഖലയിൽ പഠിക്കേണ്ടത്. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്തേക്ക് നമ്മൾ പോകാം പെട്ടെന്ന് തന്നെ. പിടിച്ചോ, അടുത്ത മാപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്, അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടാണ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട മിതോഷ്ണ പുൽമേടുകൾ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പുൽമേടുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ നോക്കാം. ഇവിടെ പറഞ്ഞത് പ്രിയറി, അതേപോലെ തന്നെ പാമ്പസ്, വെൽഡ്, സ്റ്റെപ്പീസ്. ഇതെന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഇത് നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ, ഓരോന്നും സിമ്പിളായി പറഞ്ഞുതരാം. നോക്കിക്കോ, എല്ലാ ആൾക്കാരും നോക്കിയേ. ഫസ്റ്റ് തന്നെ സ്റ്റെപ്പീസ്. നമ്മുടെ മിതോഷ്ണ പുൽമേടുകൾ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടും പുൽമേടുള്ള സ്ഥലമാണ്. കംപ്ലീറ്റ് പുല്ലാണ് എന്ത് ചെയ്യുക അവിടെ കാണാം. ഓക്കെ, ഇനി നോക്കിയോ, ഇത് എങ്ങനെ കണക്ട് ചെയ്യാം? മക്കളെ, ഏറ്റവും വലിയ ഈ പറഞ്ഞ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേട് എന്ന് പറഞ്ഞാൽ അതേതാണ്? സ്റ്റെപ്പീസ് ആണ് ഏറ്റവും വലുത് കേട്ടോ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നിങ്ങൾ ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഏറ്റവും വലിയ കോണ്ടിനെന്റ് തന്നെയാണ്, ഏറ്റവും വലിയ കോണ്ടിനെന്റിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നോക്ക്, ഈ പറഞ്ഞ യൂറോപ്പ്, ഏഷ്യ, ഇതാണ് നമ്മൾ ഈ കോണ്ടിനെന്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ എത്രയും സൈസുള്ള ഭാഗം ഏതാണ്? ഈ പറഞ്ഞ യൂറോപ്പും ഏഷ്യയും കൂടി ചേർന്ന ഭാഗമാണ്. അപ്പോൾ നോക്കിയാൽ മതി, ഈ മാപ്പിനകത്ത് ഏറ്റവും വലിയ ഭാഗം, കരഭാഗം കാണുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതിന്റെ സെന്ററിൽ നിങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്റ്റെപ്പീസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് വലിയൊരു കരഭാഗമാണെങ്കിൽ അതിന്റെ ഒരു സെന്റർ പിടിച്ചാൽ മതി. സെന്ററിൽ നിങ്ങൾ മാർക്ക് ചെയ്താൽ ആക്ച്വലി എന്താണ്? സ്റ്റെപ്പീസ് ആണ്. അങ്ങനെ സ്റ്റെപ്പീസ് എന്ത് ചെയ്യാം? ആ രീതിയിലേക്ക് കണക്ട് ചെയ്യാം. റെഡി. ഇനി അടുത്തത് നോക്കിയോ, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവുക. ഓക്കെ, ഈ സ്റ്റെപ്പീസ് റെഡി ആയി കഴിഞ്ഞു. അടുത്തത് നിങ്ങൾക്ക് അറിയാം വെൽഡ്. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിനകത്ത് നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഇതിനകത്ത് ഏതാണെന്നറിയോ? വെൽഡ് അല്ല, ഡൗൺസ് ആണ് ചോദിച്ചത്. ഡൗൺസ് കേട്ടോ. ഈ ഡൗൺസ് പ്രധാനപ്പെട്ട ഓസ്ട്രേലിയയിലുള്ള ഡൗൺസ് ആണ് ചോദിച്ചത്. ഡൗൺസ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഈ ഡൗൺസും ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം അറിയോ? ഒറ്റ കാര്യം വെച്ചാൽ മതി, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പോൾ നോക്ക്, താഴെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഉള്ളത് താഴെ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും സാറേ താഴെ ഭാഗത്ത് ഇതാണോ എന്നൊക്കെ തോന്നും. മക്കളെ നോക്കിയോ, ഈ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ ഉള്ളത് ഡൗൺസ്, ഓസ്ട്രേലിയന്റെ ഈ ഭാഗമാണ്. അപ്പോൾ ഡൗൺസ് അവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അങ്ങനെ ഡൗൺസ് എന്ത് ചെയ്യും? കിട്ടും. ഇനി അടുത്തത് വെൽഡ്.
എങ്ങനെയാണ് വെൽഡ് കണക്ട് ചെയ്യുക മക്കളെ? വെൽഡ് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയോ. വെൽഡ് എന്ന് പറഞ്ഞാൽ വി ഷേപ്പ്. വെൽഡിൽ ഫസ്റ്റ് വരുന്ന സാധനമാണല്ലോ വി എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ വരിക, വി. അപ്പോൾ ഒരു വി പോലെ കാണപ്പെടുന്ന ഭാഗത്താണ് ആരുള്ളത്? വെൽഡ് ഉള്ളത്. കണ്ടോ, ഒരു വി പോലെ കാണപ്പെടുന്ന ഒരു സ്ഥലം ഇത് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആഫ്രിക്കയുടെ ഭാഗമാണ്. ആഫ്രിക്കയുടെ ഭാഗമാണ് ഒരു വി പോലെ ഉള്ളത്. അപ്പോൾ വെൽഡ് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. മൈൻഡിൽ അങ്ങനെ ഓർക്കുക. ആഫ്രിക്കയിലുള്ള ഈ ഒരു ഭാഗത്താണ് ഇതുപോലെ വി പോലെ കാണപ്പെടുന്നത്. അപ്പോൾ വെൽഡ് കാണപ്പെടുന്നത് ഈ ആഫ്രിക്കേൻ്റെ ഈ ഭാഗത്താണ്. അങ്ങനെ അത് കണക്ട് ചെയ്യാം. റെഡി. ഇനി അടുത്ത് നോക്കിയോട്ടോ. അടുത്തത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഇതുപോലെ തന്നെ. സാറേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രിയറിയും അതേപോലെ തന്നെ ഞങ്ങൾ പാംപോസും എങ്ങനെ കണക്ട് ചെയ്യും? ഒരു ചോദ്യമല്ലേ മക്കൾ? ഒറ്റ കാര്യം ഓർത്ത് വെച്ചോട്ടോ. പ്രിയറി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം വ്യക്തി, ഇവിടെ വരുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയല്ലേ വരുന്നത്? ഇല്ല, നിങ്ങൾ നോക്ക്, അമേരിക്കയാണ് ഈ ഭാഗത്ത് വരുന്നത്. ലോകത്ത് നിങ്ങൾക്കറിയാലോ എല്ലാ പ്രശ്നങ്ങളും ഇല്ലേ, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ആര്? അമേരിക്ക. ഇപ്പോൾ അറിയാം, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വെനസ്വേലയിലുള്ള പ്രസിഡന്റിനെ അമേരിക്ക എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ടുപോയി അല്ലേ? കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലോകത്ത് എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ അമേരിക്കനോടാണ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അമേരിക്കയെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? അമേരിക്കനോടാണ്. അപ്പോൾ ലോകത്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഈ പറയുന്ന അമേരിക്കനോട് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് ചെയ്യുക? ഞങ്ങളുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ലോകത്തുള്ള എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യുന്നത്? പ്രയർ ചെയ്യുന്നത് ആരോടാണ്? അമേരിക്കനോടാണ്. അപ്പോൾ നോക്കി മക്കളെ, അമേരിക്കയിലാണ് ആക്ച്വലി എന്തുള്ളത്? പ്രിയറി. അമേരിക്കയിൽ ഈ പറഞ്ഞ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് ആരുള്ളത്? പ്രിയറി ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടൂലേ? പ്രയർ പ്രാർത്ഥിക്കുക അല്ലേ? പ്രാർത്ഥിക്കുന്ന ലോകത്തുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്ന എവിടെയാണ്? അമേരിക്കനോടാണ്. അപ്പോൾ അമേരിക്കയിലുള്ളതാണ് ഇത് പ്രിയറി കേട്ടോ. പ്രിയറി അമേരിക്കയിലുള്ളതാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാറേ അങ്ങനെയാണെങ്കിൽ ഈ പാമ്പസ് എങ്ങനെയാണ്? പാമ്പസ് ഇത് ഞാനൊരു രസകരമായൊരു സാധനം ഞാൻ പറയാം. കഴിഞ്ഞ ഇതിൽ എക്സാമിനകത്ത് ഈ ഒരു ഭാഗം പഠിപ്പിക്കുമ്പോൾ എന്നോട് ഫൈസൽ സാർ ചോദിച്ചു, സാറേ ഇതെങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇത്ര കാര്യമുള്ളൂ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പം മുകൾ ഭാഗത്ത് പ്രിയറിയാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്താണ് ആരുള്ളത്? പാമ്പസ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഈ സാധാരണ കുട്ടികൾക്കൊക്കെ സാധാരണ ഡ്രസ്സിൻ്റെ താഴെ ഒരു സാധനം ഇട്ട് കൊടുക്കില്ലേ? എന്താ സാധനം? ഒരു പാമ്പസ് എന്നുള്ള സാധനം ഇട്ട് കൊടുക്കില്ലേ? അതങ്ങ് ഓർത്ത് വെച്ചോളാം. അത് താഴെയാന്നുള്ള ഓർത്ത് വെച്ചോളാം. അടിയിലാണ് ഇടുന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാമ്പസ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പോൾ പാമ്പസ് താഴെ ഇടുന്നതാണ് അങ്ങനെ ഓർത്ത് വെച്ചാൽ. അപ്പോൾ താഴെയാണ് ആര്? പാമ്പസ്. അങ്ങനെയൊക്കെ ഓർക്കുക. കാരണം നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുക. അത്രയും ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, പ്രധാനപ്പെട്ട ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾക്കകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റെപ്പീസ് കിട്ടൂല, ഏറ്റവും വലിയതാണ് സ്റ്റെപ്പീസ് എന്ന്. അതേപോലെ തന്നെ പ്രിയറീസ് എവിടെയാണ്? അമേരിക്കയാണ് എന്ന് ഓർത്ത് വെച്ചോളാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അതേപോലെ തന്നെ പാമ്പസ്, പിന്നെ വെൽഡ് കേട്ടോ. വെൽഡ് മീൻസ് വി എന്ന് പറയുന്ന ഭാഗം എവിടെയാണ് വരുന്നത് നോക്കുക? വി. അപ്പോൾ ഇവിടെ വെൽഡ്. ഓക്കെ. പിന്നെ ഡൗൺസ് ഞാൻ പറഞ്ഞില്ല, ഡൗൺസ് കഴിഞ്ഞ ക്രിസ്മസിന് ചോദിച്ചാണ്. മെയിൻ എക്സാമിന് അത് ചോദിക്കുമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ ഈ 4 പഠിച്ചു വെച്ചു കേട്ടോ. ഈ 4 പ്രിയറീസ്, പാമ്പസ്, സ്റ്റെപ്പീസ്, വെൽഡ്. ഓക്കെ. ഈ 4 അവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത്. റെഡി. ഓക്കെ, സെറ്റ്. ഇനി മക്കൾ ശ്രദ്ധിക്കണം, അടുത്തത് ഇതിനകത്ത് നെക്സ്റ്റ് വൺ എന്താണ് ഇതിനകത്ത് വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നോക്കിയോളൂ മാപ്പിനകത്ത്. ഇതും കഴിഞ്ഞാൽ ദേ പിടിച്ചോ ഈ ഭാഗവും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടൈഗ റീജിയൻ ആണ്. ടൈഗ റീജിയൻ നിങ്ങളോട് ചോദിക്കും ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും ടൈഗയുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. ഇങ്ങനെ ചോദ്യം ചോദിക്കുക. നോക്കണേ, ദ ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 55 ഡിഗ്രി ടു 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. മകളെ, ഉത്തര അർദ്ധഗോളത്തിൽ 55 മുതൽ 70 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? അതായത് 55 മുതൽ 70 ഡിഗ്രി വരെ ഉത്തരാർദ്ധഗോളത്തിൽ. അങ്ങനെ 55 മുതൽ 70 ഡിഗ്രി വരെയുള്ള ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈഗ മേഖലയാണ്. ടൈഗ മേഖല എങ്ങനെയുള്ള സ്ഥലമാണ് ടൈഗ മേഖല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. നോക്കിക്കോളൂ, ഇത്തരത്തിലേക്കുള്ള വലിയൊരു മൗണ്ടൻസിന്റെ താഴെ കാണുന്ന ഇങ്ങനത്തെ കോണിഫറസ് ട്രീസ് ഒക്കെ കാണപ്പെടുന്ന സ്ഥലമാണ് ടൈഗ റീജിയൻ. അപ്പൊ നോക്കി മക്കളെ, അതിന്റെ ഒരു അക്ഷാംശ വ്യാപ്തി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55 മുതൽ 70 ഡിഗ്രി വരെ നോർത്താണ് അല്ലെങ്കിൽ വടക്കാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഇതേപോലെ തന്നെ. അപ്പൊ നമുക്ക് മാപ്പിനകത്തൊക്കെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ ഇവിടെ ടൈഗ എന്ന് എന്ത് ചെയ്യാം? കൊടുക്കാം കേട്ടോ. അപ്പൊ ടൈഗ ഏതാണ്? ഇതാണ്. ഓർത്ത് വെച്ചോളേ, കാരണം നമ്മുടെ ടെക്സ്റ്റിലുള്ള മാപ്പാണ് ടൈഗ. നിങ്ങൾ നോക്ക്, തുന്ദ്രയുടെ മാപ്പ് ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ തുന്ദ്രയൊന്നും പോയിട്ട് എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട. ടെക്സ്റ്റിലുള്ള മാപ്പ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അത്രയാണുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഓർത്തു വെച്ചോ, മാപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലേക്കുള്ള ചോദ്യങ്ങളാണ് വരിക. ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായിട്ട് ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഡെസേർട്ടിനകത്ത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, സാവന ക്ലൈമാറ്റിക് റീജിയനിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിനകത്ത് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടിനകത്ത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ടൈഗ മേഖലയെ കുറിച്ചും എന്ത് ചെയ്തു പറഞ്ഞു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം ഇതൊന്ന് ചെയ്തു നോക്കാം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നോക്കേ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു കേട്ടോ, പ്രധാന
പ്രധാനമായിട്ട് എന്ത് പറഞ്ഞു, ഈ പറഞ്ഞ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട മരുഭൂമി ഏത് എന്നാണ് ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചത്. അതിന്റെ ഉത്തരം എന്താണ്? താർ ഡെസേർട്ട്. ഉത്തരം നമുക്കറിയാം ഏതാണ്? താർ ഡെസേർട്ട് അല്ലെങ്കിൽ താർ മരുഭൂമിയാണ്. ഉത്തരം നമുക്കറിയാം താർ ഡെസേർട്ട് ആണ് എന്ത് ചെയ്യുക വരിക. താർ ഡെസേർട്ട് അല്ലെങ്കിൽ താർ മരുഭൂമി, എല്ലാവർക്കും അറിയാം താർ ഡെസേർട്ട് അല്ലെങ്കിൽ താർ മരുഭൂമിയാണ് എന്ത് ചെയ്യുക വരിക. മക്കളെ നമുക്ക് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്താലോ, ഒന്ന് മാർക്ക് ചെയ്താലോ താർ മരുഭൂമി. ഇതാ നിങ്ങൾ നോക്കിയോ, ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ 55 മുതൽ 70 ഡിഗ്രി ഉള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയുന്നതാണ്. അത് ഏത് റീജിയൻ ആണ് മക്കളെ? ഈ പറഞ്ഞ ടൈഗ റീജിയൻ ആണ് അല്ലേ. ഉത്തരം ടൈഗ റീജിയൻ ആണ് അല്ലെങ്കിൽ ടൈഗ മേഖലയാണ്. അപ്പോൾ ഉത്തരം നമുക്കറിയാം ഏതാണ് മക്കളെ? ടൈഗ മേഖല. നമുക്കറിയാം ടൈഗ മേഖലയാണ്. ഈ ടൈഗ മേഖല നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടോ. ടൈഗ മേഖല ഏതൊക്കെ ഭാഗത്താണ് ടൈഗ മേഖല വരിക? അപ്പോൾ നോക്കിക്കൊള്ളുക, മാപ്പിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ടൈഗ വരുന്നുണ്ട് അല്ലേ. ഈ പറഞ്ഞ ബീത, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, ടൈഗ വരുന്നുണ്ട് അല്ലേ. ഇവിടെയൊക്കെ എന്തുണ്ട്, ടൈഗ മേഖല കാണപ്പെടുന്നുണ്ട്. റെഡി സെറ്റ് അല്ലേ? റെഡി സെറ്റ്. അത്രയും. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങളോട് നോക്ക്. അടുത്തൊരു ചോദ്യം, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള പ്രധാനപ്പെട്ട ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിനെ വിളിക്കുന്ന പേരെന്താണ് ആഫ്രിക്കയിൽ? അതിന്റെ ഉത്തരം നമുക്കറിയാം. അതിന്റെ ഉത്തരമാണ് സാവന്യാണ്. ഉത്തരം എന്താണ്? സാവന്ന. സാവന്യാണ് എന്ത് ചെയ്യുക ഉത്തരം വരിക കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സാവിനിയാണ്. സാവിനിയാണ് ആഫ്രിക്കയിലുള്ള പുൽമേട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം സാവിന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയോളൂ, ദേ പിടിച്ചോ മക്കളെ, ദേ പിടിച്ചോ. ആഫ്രിക്കയിലുള്ള പ്രധാനപ്പെട്ട ഒരു പുൽമേടായിട്ടുള്ള സാവിനെ കുറിച്ചാണ്. അപ്പൊ സാവിന നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയോളൂ, എല്ലാവരും നോക്കിയോളൂ, ദേ പിടിച്ചോ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്താണ് ആരുള്ളത്? സാവിന വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി എന്ന് എഴുതുന്നു. അതേപോലെ തന്നെ ഇതാണ് സാവിന കേട്ടോ. സാവിനയാണ് ഇത് ഈ ഭാഗത്ത് വരിക കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻ സി എന്ന് എഴുതുക. എന്നിട്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സാവിന. സാവിന എന്ത് ചെയ്യാം എഴുതാട്ടോ. സാവിന എന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് എഴുതാട്ടോ. സാവിന എന്ന് എന്ത് ചെയ്യാം എഴുതുക. റെഡി. ഓക്കെ റെഡി സെറ്റ് അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. നോക്കിയോ, സൗത്ത് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉഷ്ണമരുഭൂമി ഏതാണ്? അതിന്റെ ഉത്തരം അറ്റകാമയാണ്. ഉത്തരം ഏതാണ്? അറ്റകാമയാണ് എന്ത് ചെയ്യുക ഉത്തരം വരിക കേട്ടോ. അപ്പൊ ഉത്തരം വരുന്നത് അറ്റകാമയാണ്. അറ്റകാമ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റകാമ എന്ന് പറഞ്ഞാൽ അറ്റത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള ഒരു അറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റം കേട്ടോ. അപ്പൊ ഈ ഒരു അറ്റത്താണ്. അപ്പൊ ഓർത്ത് വെച്ചോളൂ, ഇവിടെയാണ് ഏകദേശം വരിക. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ ടിക്ക് ഇടുക, ഇതേപോലെ തന്നെ ഡി എന്ന് എഴുതുക. വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്ത് വെച്ചോളൂ, അറ്റകാമ എന്ന് എഴുതി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അറ്റകാമ നോക്കുന്ന ആൾക്ക് ഈസി ആയിരിക്കും. ഈസി. സോ ഇങ്ങനെയാണ് മാപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യേണ്ടത്. സോ മക്കളെ ഓർത്ത് വെച്ചോ, ഇത്തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, മാപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളണം. അപ്പൊ പഠിക്കേണ്ടത് ഇത്രമാത്രം. ഈ സാധനങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് അടിപൊളിയാക്കുക, ഉഷാറാക്കുക, മനോഹരമാക്കി എന്ത് ചെയ്യുക പഠിക്കുക. ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ്, ഇതുവരെ സൈലത്തിന്റെ ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എൻ്റെ ഗെയിം ബാച്ച് ഒക്കെ ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അസ്ത്രയുടെ ഭാഗമാവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അസ്ത്രയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക മാറട്ടോ. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്ക് പോകാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. സോ അസ്ത്രയിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ ഫുൾ A+ SSLCക്ക് അത് വാങ്ങും. അത് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എൻ്റെ മുമ്പിലുള്ളത്. സോ അടിപൊളിയാക്കുക, ഉഷാറാക്കുക. സോ ബൈ മക്കളെ, ബൈ.